വാഗേരിയിലെ ഭീതി പരത്തിയ നരഭോജി കടുവ കൂട്ടിലായി. കർഷകനെ കൊന്ന് 10ാം ദിവസമാണ് കടുവ കൂടിണങ്ങിയത്. കൂട്ടിൽ കുടുങ്ങിയത് കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരുടെ പ്രതിഷേധം. കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് ഞങ്ങളോട് പറയട്ടെ. ഞങ്ങൾ കൊണ്ടുവന്നൊന്നുമില്ല. എബി വിശദാംശങ്ങളുമായി ചേരുന്നു. എബി, കടുവ കൂട്ടിലായെങ്കിലും കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ് നാട്ടുകാർ. എന്താണ് അധികൃതരുടെ പ്രതികരണം? നാട്ടുകാർ എങ്ങനെ പ്രതിഷേധിക്കുന്നു? ഫിജി, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇവരുടെ ആവശ്യം ഈ ഒരു വലിയൊരു ആശ്വാസത്തിൽ തന്നെയാണ് ഈ നാടുള്ളത്. പക്ഷേ ഇവർ ഇപ്പോൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു ആവശ്യമാണ്. സ്വാഭാവികമായും ആ ഒരു ആവശ്യത്തിന് ആദ്യഘട്ടം മുതൽ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കടുവയെ കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് ആ കർഷകൻ മരിച്ച ഏതാണ്ട് കൃത്യമായി 10ാമത്തെ ദിവസമാണ്. അതായത് 10 ദിവസം നീണ്ട ദൗത്യത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആശ്വാസകരമായിട്ടൊരു വാർത്തയിലേക്ക് എത്താൻ വേണ്ടി നാടിനും ഒപ്പം തന്നെ ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിന്ന് മുഴുവൻ മനുഷ്യർക്കും സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ഇന്ന് അല്പസമയം മുമ്പാണ് ഈ കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. 4 കൂടുകൾ ആണ് അവിടെ പ്രധാനമായും സ്ഥാപിച്ചിരുന്നത്. ഇപ്പോൾ ഈ കടുവ കുടുങ്ങിയിരിക്കുന്നത് ആ കർഷകനെ അന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് സമീപം സ്ഥാപിച്ച കൂട്ടിൽ തന്നെയാണ്. ആ ഒരു കാപ്പിത്തോട്ടമാണ് അവിടെയുള്ളത്. ആ കാപ്പിത്തോട്ടത്തിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. അവിടെ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. 4 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം ക്യാമറകൾ ഉൾപ്പെടെ അവിടെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. തുടർന്ന് ഡ്രോൺ ഉൾപ്പെടെ പറത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള തെരച്ചിൽ പരിപാടികളെല്ലാം തന്നെ ഈ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഒരു വലിയ സംഘം തന്നെ അവിടെ തമ്പടിച്ച് നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നടക്കുകയായിരുന്നു. കഴിഞ്ഞ 2 രാത്രിയും പകലും തുടർച്ചയായി കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഒരു ദിവസം പശുവിനെ ആക്രമിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നു. അവിടെ ആ പശുവിനെ ആക്രമിച്ചത് ഈ കടുവ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കും എത്തിയതോടുകൂടെ 24 മണിക്കൂറും റെസ്റ്റ് ഇല്ലാതെയുള്ള തെരച്ചിൽ തന്നെ ഈ കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. തുടർന്ന് ഈ 4 കൂടുകൾ ഇതിനു മുമ്പ് തന്നെ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചിരുന്നു. അതിലൊരു കൂടിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. ഈ കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വയലിൽ പുലരിയാൻ പോയിട്ടുള്ള കർഷകൻ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്ന കടുവയെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത് ഏതാണ്ട് 13 വയസ്സ് വരെ പ്രായമുള്ള ഒരു കടുവയായിട്ടാണ് അത് നേരത്തെ തന്നെ വനംവകുപ്പ് അത് സ്ഥിരീകരണം നൽകിയിരുന്നു. WWL 45 എന്നാണ് ഇതിന് വനംവകുപ്പ് പേര് നൽകിയിരിക്കുന്നത്. ആ കടുവ തന്നെയാണ് ഇപ്പോൾ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആ ഒരു ആവശ്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇതിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. കാരണം മനുഷ്യനെ പോലും കൊല്ലുന്ന നിലയിലേക്ക് ഇതെത്തിയിരിക്കുന്നു. കൊല്ലുക മാത്രമല്ല, മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന നിലയിലേക്ക് പോലും ഈ കടുവ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നരഭോജി എന്ന നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യത്തിൽ നിന്ന് അണുവിട തങ്ങൾ പിന്നോട്ട് പോവില്ല എന്നുള്ള ഉറച്ച നിലപാട് ഇവിടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നു. ഇതിനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അല്പസമയം മുമ്പ് നമുക്ക് കിട്ടിയ ആ ദൃശ്യങ്ങളിൽ നിന്നും അവർ പറയുന്നത്. ആ ശബ്ദം കൃത്യമായ രീതിയിൽ അവരുടെ പ്രതിഷേധം നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ആ നിലയ്ക്ക് തന്നെയുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഓരോ നിമിഷവും അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കടുവയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല, സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെ അവർ സ്വീകരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം പോലീസുകാർ നാട്ടുകാരോട് വളരെ സംയമനത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല, തീരുമാനങ്ങളായിട്ടില്ല എന്നുള്ള കാര്യം തന്നെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അത് ഒരാശങ്ക തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും കടുവയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യം
കാര്യത്തിൽ ജനങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ കടുവയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലുക, കൊന്ന് ഭക്ഷിക്കുക എന്നുള്ള നിലയിലേക്ക് പോലും എത്തിയിരിക്കുന്നു. അത് ഏറ്റവും ഗൗരവത്തോടു കൂടി കാണണം. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സ്വഭാവത്തിലേക്ക് കടുവ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തുടർച്ചയായി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനായിട്ടുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഈ കടുവയ്ക്ക് 13 വയസ്സ് പ്രായം ആണ് കണക്കാക്കപ്പെടുന്നത്. അത് ഏതാണ്ട് ഒരു വയസ്സൻ കടുവ എന്നുള്ള നിലയിൽ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇതിനെ വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ആ നിലയ്ക്ക് കൂടി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. പക്ഷേ കടുവ കൂട്ടിലായതിൻ്റെ വലിയൊരു ആശ്വാസം എന്തായാലും ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് നിലവിൽ സാഹചര്യം. ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് നിയമപരമായി വലിയ സങ്കീർണതയാണ്. അതിന് അധികൃതർ തയ്യാറാകുമോ, അല്ലെങ്കിൽ നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചു എന്ന് കരുതി അത്തരത്തിൽ ഒരു നീക്കം നടത്താൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം ഇതുവരെ നടത്തിയിട്ടുണ്ടോ? നിയമപരമായി അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന ദൗത്യം നിർവഹിക്കാൻ അധികൃതരോ വനം വകുപ്പോ തയ്യാറാണോ? ഫിജി, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കടുവ ഇത്തരത്തിൽ ആക്രമണം നടത്തി ആ കർഷകനെ കൊന്നതിന് ശേഷം ഈ കടുവയെ പിടികൂടണമെന്നുള്ള ആവശ്യം വലിയ രീതിയിൽ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ആ ദിവസവും അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലും കാണുകയുണ്ടായി. തുടർന്ന് ആശുപത്രിയിലും ഒപ്പം തന്നെ വനം വകുപ്പിന്റെ ഓഫീസിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന